ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ കുറേ നാൾക്ക് ശേഷം എൻ്റെ വീട്ടിലേക്ക് വന്നതാണല്ലോ ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിലെ ചെടികളും പൂക്കളും ഒക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനും. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ അച്ഛൻ വെച്ചൊരു ചെറിയ ബൊഗൻവില്ലയുടെ തൈയായിരുന്നു കേട്ടോ ഇത്. ഇപ്പോൾ വർഷത്തിൽ 3 മാസം എന്തോ ഒഴിച്ച് ബാക്കി എല്ലാ മാസവും നല്ല പൂ തരുന്നൊരു ചെടിയാണ് കേട്ടോ. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഇത് അടുക്കായിട്ടുള്ള ഒരു ബൊഗൻവില്ലയാണ് കേട്ടോ, സിംഗിൾ ഫ്ലവർ അല്ല. പിന്നെ ദേ ഒരു ആപ്പിൾ ചാമ്പയുണ്ട്, കുറേയേറെ ചെടികളുണ്ട് കേട്ടോ. സത്യത്തിൽ ഇതിൻ്റെ ഒന്നും പേരെനിക്ക് പറയാനായിട്ട് അറിയത്തില്ല. ചെടികൾ വെക്കുന്നത് മാത്രമല്ലല്ലോ ഇമ്പോർട്ടൻസ്, അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുന്നതിലാണ് അതിൻ്റെ ഒരു ഭംഗി ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. ആ കാര്യത്തിൽ അവർ, അമ്മയാണെങ്കിലും ചേട്ടനാണെങ്കിലും, നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഈ കൂട്ടത്തിൽ എനിക്ക് ഈ ക്യൂട്ടിയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായത്. നമ്മൾ ആദ്യം കാണിച്ച ചെടിയുണ്ടല്ലോ, ജെറബറ എന്ന് പറയുന്ന ഇനത്തിൽ പെടുന്ന ജെറേനിയം എന്ന് പറഞ്ഞൊരു ഫ്ലവറാണ് കേട്ടോ. പിന്നെ ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് വന്നപ്പോൾ എന്നെ കാത്തിരുന്ന ശരിക്കും പറഞ്ഞ ഒരു സർപ്രൈസിങ് ആയിട്ടൊരു ഐറ്റം ആയിരുന്നു കേട്ടോ. അതേ കണ്ടില്ല, സീനിയയുടെ പല വെറൈറ്റീസ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പീച്ച് കളർ ഫീൽ ചെയ്യുന്നെങ്കിലും ഓറഞ്ചാണ്. ഓറഞ്ചും പിങ്കും പല വെറൈറ്റി ഉണ്ട് ഇതിനകത്ത് കേട്ടോ. ഒരു ലൈറ്റ് ഷെയ്ഡാണ് എല്ലാം വരുന്നത്. പിന്നെ ജമന്തിയുടെ തന്നെ യെല്ലോയും ഉണ്ട്, ഓറഞ്ചും ഉണ്ട്. പിന്നെ നമ്മുടെ ചീരയുണ്ട്, ആപ്പിളിൻ്റെ ചെറിയ തൈകളുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. പിന്നെ തക്കാളിയുണ്ട്. ആ ചീരയൊക്കെ 1-2 തവണ നമ്മൾ വിളവെടുത്തതിന് ശേഷമുള്ള ബാക്കിയാണ് കേട്ടോ. പിന്നെ അതേ അഡേനിയുടെ കുറേ തൈകൾ വേറെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ എക്യുപ്മെൻറ്റ്സും പിന്നെ എന്തോ വളത്തിൻ്റെ മിശ്രിതവും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടെറസിൻ്റെ മുകളിലെ ചെടികളും കാര്യങ്ങളെല്ലാം ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നത്. ഇത് കണ്ടില്ല എന്ത് യൂസ്ഫുള്ളായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ചീരയുടെ തൈകൾ നമ്മളിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ 2ആയിട്ട് കട്ട് ചെയ്ത് അതിൽ വെച്ചിരിക്കുന്നത് എന്ത് രസമായിട്ട് നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് സത്യത്തിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാനും എൻ്റെ വീട്ടിലൊരു അടുക്കളത്തോട്ടമൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഞാനും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പച്ചിമുളക്, തക്കാളി, വെണ്ട, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ നാടൻ പച്ചമുളക്, പിന്നെ ദേ സർപ്പോട്ട, മാവുണ്ട്, അരിനെല്ലിക്ക, ചെറി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുറേ തൈകളുണ്ട്. ഇത് ഓൾറെഡി കഴിഞ്ഞതാണ്. പിന്നെ ദേ വീട്ടിലേക്ക് ഇതിൽ നിന്ന് പച്ചമുളകൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. വെണ്ടയും കുറേ വഴുതനങ്ങയുണ്ട്, അതൊക്കെ കുറേ കഴിഞ്ഞു. പിന്നെ പർപ്പിൾ ബെറി എന്ന് പറയുന്നൊരു ഇനത്തിലെ ഒരു ഗപ്പി ഇനത്തിൽ ഒരു മീൻ ചേട്ടൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതിൻ്റെയും പിന്നെ വേറെ കുറേ ഗപ്പി വെറൈറ്റീസും ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും മീനുകളെ, അതായത് ഈ പറഞ്ഞ പർപ്പിൾ ബെറി അങ്ങനെ ഏതെങ്കിലും മീനുകളെ ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും വെജിറ്റബിൾസിൻ്റെ തൈ ആവശ്യമുണ്ടെങ്കിലോ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മളത് വേണ്ട രീതിയിൽ എത്തിച്ചു കൊടുക്കും. ഇതെൻ്റെ ബ്രദറാണ്, പുള്ളിയാണ് ഇത് മെയിനായിട്ടും കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്.